ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ മാസം, ദുആകളുടെ മാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ദർസ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 187. എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുന്ന പക്ഷം പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, അവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റമദാൻ മാസം ദുആകളുടെ മാസമാണ്. ദുആകൾക്ക് ഏറ്റവും അനുകൂലവും അനുയോജ്യവുമായ മാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ആയത്തിൽ അല്ലാഹു തആല വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയതിൻ്റെ കൃത്യം മധ്യത്തിൽ തന്നെയാണ് ദുആകളെ സംബന്ധിച്ചും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന പ്രകാരം റമദാൻ മാസത്തിൽ ദുആക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഹദീസിൽ വരുന്നു, റമദാനിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൽ നിന്ന് വിളംബരം ചെയ്യുന്ന ഒരു മലക്ക് അർഷിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം വിളംബരം ചെയ്യുന്നു, യാ ബാഗി അൽ ഖൈർ, അല്ലയോ നന്മയെ കാംക്ഷിക്കുന്നവനെ, ഹലുമ്മ, നീ മുന്നോട്ട് വരിക. ഹൽമിൻ ദാഇ യുസ്തജാബു ലഹു, ഹൽമിൻ മുസ്തഗ്ഫിറിൻ യസ്തഗ്ഫിർ ലഹു, ഹൽമിൻ തായിബിൻ താബ അലൈഹി, ഹൽമിൻ സായിലിൻ യോതാസോ ലഹു. ഷോബൽ ഈമാൻ. അല്ലയോ നന്മയെ കാംക്ഷിക്കുന്നവനെ, മുന്നോട്ട് വരിക. ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ, അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ആരെങ്കിലും പാപപ്പൊറുതി തേടുന്നുണ്ടെങ്കിൽ അവന് പാപപ്പൊറുതി നൽകപ്പെടുന്നതാണ്. ആരെങ്കിലും തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടുന്നതാണ്. ആരെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു അരുളി ചെയ്യുന്നു, ലഅല്ലഹും യർഷുദൂൻ എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് സന്മാർഗത്തിനുള്ള മാസമാണ് എന്നതാണ്. ഈ ഹിദായത്ത് അഥവാ സന്മാർഗം ലഭിക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടാവുകയും അവൻ്റെ കൽപ്പനകളെ പരിപൂർണമായ നിലയിൽ അനുസരിക്കുകയും അതിനോടൊപ്പം തന്നെ ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. ഈ 3 കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനും സാധിക്കുക. മജ്മുഅ ഫതാവ അഹമ്മദിയ. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുളി ചെയ്യുന്നു, റമളാനിൻ്റെ അനുഗ്രഹീതമായ മാസത്തിൽ നിന്ന് പരിപൂർണമായ നിലയിൽ പ്രയോജനമെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മാസത്തിൽ ധാരാളമായി ദുആകൾ സ്വീകരിക്കപ്പെടുന്നു. അൽ ഫദൽ. പൊതുവിൽ റമളാൻ മാസത്തിൻ്റെ ഓരോ ഞൊടികളും തന്നെ അനുഗ്രഹീതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ മാസം ദുആകൾ സ്വീകരിക്കപ്പെടുന്നു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്നാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ ദുആകൾ സ്വീകരിക്കപ്പെടുന്ന ചില സവിശേഷമായ സമയങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമായി കൊണ്ട് പ്രതിപാദിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പറയുന്നു, ഇന്നലി സ്വായിമി ഇൻദ ഫിത്രിഹി ലദഅവതൻ മാ തുറദ്ദ. ഇബ്നു മാജയിൽ വന്നിട്ടുള്ള ഹദീസാണ്. പറയുന്നു, ഒരു നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി നോമ്പ് ഇഫ്താർ ചെയ്യുമ്പോൾ ആ വേളയിൽ അവൻ ചെയ്യുന്ന ദുആകളെല്ലാം തന്നെയും സ്വീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു പകൽ മുഴുവനും വിശപ്പും ദാഹവും സഹിക്കുകയും അനുവദിച്ചതും അനുവദിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ സവിശേഷമായ ഒരു തേങ്ങലോടുകൂടി, ഒരു വികാരത്തോടുകൂടി പ്രത്യേകമായ ഒരു അവസ്ഥ സംജാതമാവുകയും അവൻ്റെ ഹൃദയം പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട നിലയിലുമായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ചെയ്യപ്പെടുന്ന ദുആകൾ തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നു. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു. പറയുന്നു, അള്ളാഹുവേ, ഇത് നിൻ്റെ അനുഗ്രഹീതമായ മാസമാണ്.
ഞാൻ ഈ മാസത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെയാണ്. ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയുകയില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടമായി പോകുന്ന ഈ നോമ്പുകൾ എനിക്ക് പിന്നീട് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നും അറിയുകയില്ല. അതുകൊണ്ട് നിൻ്റെ സവിശേഷമായ കാരുണ്യം കൊണ്ട് എനിക്ക് ഈ നോമ്പുകൾ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണമേ. മൽഫൂജാത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ദുആ ചെയ്യുന്നതിനുള്ള രീതിയും മാർഗവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് കണ്ണിൽ നിന്നും അശ്രുക്കൾ ഒഴുകുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ചൊരിയുമ്പോൾ അത് അള്ളാഹുവിന് ഒരുപാട് പ്രിയങ്കരമായതാണ്. കണ്ണീരെന്നത് സ്നേഹത്തിൻ്റെ സഹയാത്രികനാണ്. അത് സ്വീകാര്യതയുടെ അടയാളവുമാണ്. അതുകൊണ്ട് ആർക്കാണോ കരയാനുള്ള അവസരം ലഭിക്കുന്നത് അവൻ്റെ ലോകം തന്നെ മാറ്റിമറിക്കപ്പെടുന്നതാണ്. അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ മടിത്തട്ടിൽ കളിക്കുന്നവരെ പോലെയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം തന്നെ സംബന്ധിച്ചും പറയുന്നു, ഉമർ ബർ റോന ഹെ പേഷ റബ്ബെ ജുൽമിനൻ. അതായത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയെ ഒരു ഉപാസന എന്ന വണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തൊഴിൽ എന്ന വണ്ണം ഈ അനുഗ്രഹീത മാസത്തിൽ ഒരു തൊഴിലെടുക്കുന്നത് പോലെ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ആ രീതിയിൽ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദ്റത്ത് മൗലവി അബ്ദുൽ കരീം സിയാൽകോട്ടി സാഹിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, താങ്കൾ വലിയ പണ്ഡിതനും പ്രഭാഷകനുമൊക്കെയാണ്. താങ്കളുടെ വാളുകൾ കേട്ട് ആളുകൾ ധാരധാരിയായി കണ്ണീരുകൾ ഒഴുക്കാറുണ്ട്. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ശേഷം താങ്കളും ഇതാ കരയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ കരയാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന്. അതിനാൽ ഈ ദിവസങ്ങൾ അള്ളാഹുവിൻ്റേതായിക്കൊണ്ട് അവനെ പ്രാപിക്കുന്നതിന് വേണ്ടി അവനോട് തന്നെ തേടുന്നതിനുള്ള ദിനങ്ങളാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി അരുളി ചെയ്യുന്നു, അല്ലയോ അഹമ്മദികളെ, ഈ റമളാനെ നിർണായകമായ റമളാനാക്കി മാറ്റുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനായിക്കൊണ്ട് നിങ്ങൾ തയ്യാറാവുക. എന്നാൽ ഈ ജിഹാദിനു വേണ്ടി ഭൗതികമായ ആയുധങ്ങളൊന്നും തന്നെ നിങ്ങളുടെ പക്കലില്ല. ദുനിയാവിൻ്റെ അമ്പുകൾക്കെതിരിൽ നിങ്ങൾ ദുആകൾ കൊണ്ട് അമ്പെയ്യുക. ഈ യുദ്ധം ഒരു നിർണായകമായ യുദ്ധമായിരിക്കും. ഇത് തെരുവുകളിലോ വീതികളിലോ ബാദാറുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൈതാനങ്ങളിലോ അല്ല നടക്കുന്നത്. മറിച്ച് ഈ യുദ്ധം നടക്കുന്നത് പള്ളികളിലാണ്. ഈ പള്ളികളിൽ അതിനുള്ള തീരുമാനമുണ്ടാകുന്നതാണ്. രാത്രികളിൽ ഉണർന്നിരുന്നു കൊണ്ട് ആരാധനകൾ നിർവഹിക്കാനുള്ള മൈതാനങ്ങളെ നിങ്ങൾ ചൂടാക്കി വയ്ക്കുക. നിങ്ങൾ ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ നിലവിളികളും കരച്ചിലുകളും ആകാശത്തിൻ്റെ അർശിൻ്റെ സിംഹാസനങ്ങളെ ഇളക്കിമറിക്കുന്നതായിരിക്കണം. മത്താ നസ്റുള്ള എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ കരഞ്ഞ് വിലപിച്ച് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, സമൂഹത്തിൻ്റെ അതിക്രമം കാരണത്താൽ ഞാനാകെ പ്രയാസത്തിലായിരിക്കുന്നു. ഖിയാമത്ത് പ്രകടമായതുപോലുള്ള ഒരു ബഹളം ഇതാ ഉണർന്നിരിക്കുന്നു. ആകയാൽ ഒരു വേവലാതിയോടുകൂടി ഖുവ്വത്തോടുകൂടി മത്താ നസ്റുള്ള എന്ന ശബ്ദം നിങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ ആകാശത്തിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിടപ്പെടുന്നതാണ്. അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലയോ കേൾവിക്കാരെ കേൾക്കുക, അള്ളാഹുവിൻ്റെ സഹായം ഇതാ സമീപസ്ഥമായിരിക്കുന്നു. അല്ലയോ കേൾവിക്കാരെ കേൾക്കുക, അള്ളാഹുവിൻ്റെ സഹായം ഇതാ സമീപസ്ഥമായിരിക്കുന്നു. അല്ലയോ വിളിക്കുന്ന വിളിയാളുകളെ കേൾക്കുക, അള്ളാഹുവിൻ്റെ സഹായം ഇതാ നിങ്ങൾക്ക് എത്താൻ പോവുകയാണ്. ഖുത്ബാത്തെ ജുമ. മറ്റൊരു ദുആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൻ്റെ വേളയിൽ അറഫ മൈതാനിയിൽ വെച്ച് നമ്മളെ പഠിപ്പിച്ച ദുആയാണ്. നമ്മളും ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യുകയുണ്ടായി, അള്ളാഹുവേ, നീ എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നവനാണ്, നീ എൻ്റെ അവസ്ഥകൾ അറിയുന്നവനാണ്, രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ കാര്യങ്ങളും നീ നല്ലവണ്ണം അറിയുന്നവനാണ്. എൻ്റെ എന്തൊരാവശ്യങ്ങളും
നിന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടവയല്ല. ഞാൻ തീർത്തും നിരാലംബനും നിസ്സഹായനും ആവശ്യക്കാരനുമായിക്കൊണ്ട് ഭയന്ന് വിറച്ച് നിൻ്റെ മുന്നിൽ എൻ്റെ പാപങ്ങളൊക്കെയും ഏറ്റുപറയുന്നു. ഞാൻ വിനയാനിതനായി പരിഭ്രാന്തിയോടുകൂടി വേവലാതിയോടുകൂടി എൻ്റെ പാപങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നോട് ഒരന്ധൻ ഭയപ്പെടുന്നത് പോലെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ ശരീരം ഇതാ നിനക്ക് മുമ്പിൽ വണങ്ങപ്പെട്ട നിലയിലായിരിക്കുന്നു. അവൻ്റെ കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ്റെ ശരീരം പൂർണ്ണമായ നിലയിൽ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുഖം മണ്ണോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവേ, നിൻ്റെ സമക്ഷത്തിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെടാത്ത നിലയിൽ എന്നെ ദൗർഭാഗ്യവാനാക്കരുതേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നീ പൂർത്തിയാക്കി തരണമേ. നീ ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ്. അൽ ജാമിഉ സഗീർ ലിസ്സുയൂത്തി. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ നസ്റിൽ അസീസ് അരുളി ചെയ്യുന്നു, എത്രത്തോളം അധികം നിങ്ങൾ ഈ ദുആകൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ജമാഅത്തിന് ആത്മീയമായ നിലയിൽ പുരോഗതി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കാലത്തിൻ്റെ ഖലീഫയ്ക്കും നിങ്ങളുടെ ദുആകൾ മുഖേന സഹായം ലഭിക്കുന്നതാണ്. ഈ രണ്ട് ദുആകളും ഒന്നു ചേരുമ്പോൾ, അതായത് നമ്മുടെ ദുആയും കാലത്തിൻ്റെ ഖലീഫയുടെ ദുആയും ഒന്നു ചേരുമ്പോൾ അത് വളരെ മൂർച്ചയേറിയ ഒരു ആയുധം പോലെയാകുന്നു. ഇൻഷാ അല്ലാഹ് അതിനുശേഷം വിജയത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്നതാണ്. നമ്മുടെ ആയുധം ദുആ മാത്രമാണ്. അത് മുഖേനയാണ് നമ്മൾക്ക് വിജയം ലഭിക്കുക. ഖുതുബാത്തെ മസ്റൂർ. അല്ലാഹു തആല ഈ റമളാൻ്റെ അനുഗ്രഹങ്ങൾ മുഖേന നമുക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിയുകയും എല്ലാവിധമായ ഷർറിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.